വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് അഫ്ന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെൻറ്റൻസ് സ്ട്രക്ചർ ആണ്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. എല്ലാ ലാംഗ്വേജിനും അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാവും. ഇംഗ്ലീഷിനും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നോക്കാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇത് മൂന്നും കേട്ട് നല്ല പരിചയം ഉണ്ടാവില്ലേ? നമ്മൾ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് ഈ മൂന്നെണ്ണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് സെൻറ്റൻസിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സബ്ജക്റ്റ് എന്താണ്? ഒരു സെൻറ്റൻസിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണോ അതാണ്. അത് നൗൺ ആവാം, പ്രോനൗൺ ആവാം, പേഴ്സൺ ആവാം, തിങ് ആവാം, എന്തോ ആവാം. ഇനി വെർബ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സെൻറ്റൻസിലെ ആക്ഷൻ, പ്രവൃത്തി എന്താണോ അതാണ് വെർബ്. അതിന് ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഷീ സിങ്സ്, അവൾ പാടുന്നു. ഇതിൽ സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആരാണ് മെയിൻ ആയിട്ടുള്ള ആള്? അവൾ പാടുന്നു. അപ്പൊ അവൾ എന്ന് പറയുന്നതാണ് ഇവിടെ സബ്ജക്റ്റ്, ഷീ. അതിന് അവൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? പാടുന്നു. അതൊരു ആക്ഷൻ ആണ്, അതാണ് ഇവിടെ വെർബ്. സോ ഇതാണ് ഒരു SV പാറ്റേൺ സെന്റൻസ് എന്ന് പറയുന്നത്. വേറൊരു പാറ്റേൺ നോക്കാം. S+V+O, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതിനൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഹി റീഡ്സ് എ സ്റ്റോറി, അവൻ ഒരു കഥ വായിച്ചു. ഇതിൽ ഏതാണ് മെയിൻ ആയിട്ട് വരുന്നത്? ഏതാണ്? ഹി, അല്ലേ? അതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അവൻ ചെയ്ത ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി എന്താണ്? വായിച്ചു, റീഡ്സ്, അതാണ് വെർബ്. ദെൻ എന്താണ് അവൻ വായിച്ചത്? കഥ. ഒരു കഥ എന്നുള്ളതാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ലയൺ കിൽഡ് എ ഡീർ. ഇതിലേതാണ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു വർക്കാണ്. അടുത്ത പാറ്റേൺ നോക്കാം. S+V+C, സബ്ജക്റ്റ്, വെർബ് ആൻഡ് കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷണം, വിശേഷിപ്പിക്കുക. കോംപ്ലിമെന്റ് ഒരു ലിങ്കിങ് വെർബിനെ ഫോളോ ചെയ്താണ് വരിക. അത് നൗണോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവോ ആവാം. ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള വെർബ് എന്ന് പറഞ്ഞാൽ സിങ്സ്, റീഡ്സ്, പ്ലേ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വെർബാണ് പറഞ്ഞത്. ഇവിടെ വരുന്നത് ലിങ്കിങ് വെർബാണ്. ലിങ്കിങ് വെർബിൽ പെടുന്നതാണ് ഈസ്, ആം, ആറ്, വാസ്, വേറ്, ബിക്കം, എക്സെട്ര. ഇങ്ങനെ പോകുന്നതാണ് ലിങ്കിങ് വെർബ്. സോ കോംപ്ലിമെന്റ് വരുന്നത് ഈ ലിങ്കിങ് വെർബിനെ ഫോളോ ചെയ്തിട്ടാണ്. അത് നൗണോ അഡ്ജക്റ്റീവോ ആവാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്ലവേഴ്സ് ആർ ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതില് സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പേഴ്സണോ അല്ലെങ്കിൽ തിങ്ങോ ആവാം, അല്ലെ? അപ്പൊ ഇവിടെ വന്നിട്ടുള്ള സബ്ജക്റ്റ് തിങ് ആണ്. ഫ്ലവേഴ്സ്, പൂക്കൾ എന്ന് പറയുന്നത് ഒരു തിങ് ആണ്. ദെൻ ലിങ്കിങ് വെർബായിട്ട് വന്നിട്ടുള്ളത് ആറാണ്. ആർ എന്തുകൊണ്ട് വന്നു? ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബ് പ്ലൂരൽ ആവണം. സിംഗുലർ ആണെങ്കിൽ ഈസും, പ്ലൂരൽ ആണെങ്കിൽ ആറും. സോ ഇവിടെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ ആറാണ് ലിങ്കിങ് വെർബായിട്ട് കൊടുക്കുന്നത്. ദെൻ ബ്യൂട്ടിഫുൾ, മനോഹരമാണ്. ആ മനോഹരമാണ് എന്നുള്ളത് ഇവിടെ എന്താണ്? കോംപ്ലിമെന്റ് ആണ്, അല്ലെ? ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അതാണ് S+V+C പാറ്റേൺ സെന്റൻസ്. ഈ മൂന്നെണ്ണേന് പറയുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സെന്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് എന്നറിയാതെ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് സെന്റൻസ് ഫോം ചെയ്യേണ്ടത് എന്നുള്ളത് പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോനെ കുറിച്ച് വല്ല ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാവുന്നതാണ്. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.